إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അല്ലാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക സമാധാനത്തിന് ഭീഷണിയാകും വിധം പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇറാനിനെ അകാരണമായി കടന്നാക്രമിക്കുകയും അവരുടെ സമുന്നതരായ നേതാക്കളെ നിഷ്ഠൂരമായി വധിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തരം ഒരു അസമാധാനാന്തരീക്ഷം ആ മേഖലയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. ജൂൺ 13 ഇസ്രായേൽ ഈ സംഘട്ടനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. എല്ലാവരും മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന ഒരു സത്യവും യാഥാർത്ഥ്യവുമാണ്. ഒരു വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും അവർക്കൊക്കെ തന്നെ അവരുടെ അവകാശങ്ങളുണ്ട്. പൗരന്മാർക്ക് പൗരാവകാശമുണ്ട്. കുടുംബത്തിന് കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഒരു സമൂഹത്തിന് അങ്ങനെയുണ്ട്, രാഷ്ട്രത്തിനുണ്ട്. അതേപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾക്കൊക്കെയുണ്ട്. മൊത്തത്തിൽ ലോകം അംഗീകരിക്കുന്ന ചില വ്യവസ്ഥകളാണിതൊക്കെ. എന്നാൽ വ്യക്തികളെ കൊന്നുതള്ളിക്കൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടാൻ കഴിയുമെന്നുള്ള വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുകയാണെങ്കിൽ അതിലൂടെ ഒരിക്കലും ഒരു പ്രദേശത്താണെങ്കിലും രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും സമാധാനം നിലനിൽക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ജൂതന്മാരുടെ പാരമ്പര്യവും ചരിത്രവും വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സത്യവിശ്വാസികളോട് ഏറെ വിദ്വേഷം വെച്ചു പുലർത്തുന്നവരാണവർ. സൂറ അൽ മാഇദയിലെ 82-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا.
ജനങ്ങളിൽ സത്യവിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ ഒന്ന് ജൂതന്മാരാണ്, മറ്റൊന്ന് അല്ലദീന അശ്റക്കു ബഹുദൈവ വിശ്വാസികളാണ്, മുശ്രിക്കുകളാണ് എന്ന്. അവരുടെ സ്വഭാവത്തെ പലയിടങ്ങളിലായി ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ജൂതന്മാരുടെ സ്വഭാവം മാത്രമല്ല, അവിശ്വാസികളുടെ സ്വഭാവം, കപടവിശ്വാസികളുടെ സ്വഭാവം, അതേപോലെ തന്നെ ക്രിസ്തു മതവിശ്വാസികളായ ആളുകളുടെ സ്വഭാവം, ഇതൊക്കെ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്ന കൂട്ടത്തിൽ ഈ കാര്യവും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതിൽ ഇവർ വെച്ചു പുലർത്തുന്ന ഈ അഹങ്കാരത്തെക്കുറിച്ചും അതിക്രമത്തെക്കുറിച്ചും അവർക്കുള്ള സ്വാർത്ഥതയെക്കുറിച്ചും കാരുണ്യമില്ലായ്മയെക്കുറിച്ചും അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വർഗീയതയെക്കുറിച്ചും അതിമോഹത്തെക്കുറിച്ചും പകയും വിദ്വേഷവും അതേപോലെ തന്നെ ദുനിയാവിനോടുള്ള പ്രേമവും മരണഭയവും ഇതൊക്കെ അവർക്കുണ്ട് എന്ന് ഖുർആൻ പലയിടങ്ങളിലായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതിൽ അവർ ഒരു ശീലമായി കൊണ്ടു നടക്കുന്ന ഒന്നാണ് അവർക്ക് വിരോധമുള്ളവരെ കൊന്നുകളയുക, വകവരുത്തുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിന് വേണ്ടി നിയോഗിക്കുന്നവരാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാരെ വരെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞ പാരമ്പര്യമുള്ളവരാണ് ജൂതന്മാർ. ഖുർആൻ കാര്യം പറയുന്നുണ്ട്. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 40ഓളം പ്രവാചകന്മാരെ നിഷ്ഠൂരമായി വധിച്ചു കളയുകയും വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയും ചെയ്തവരാണ് അവർ എന്നാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വരെ വധിക്കാൻ അവസാനം ഗൂഢാലോചന നടത്തി. മാത്രവുമല്ല, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള ഗൂഢാലോചനകളും ശ്രമങ്ങളും നടത്തി. പ്രവാചകനെ വിരുന്ന് സൽക്കരിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തി പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ഖൈബർ കോട്ടക്കരികിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയപ്പോൾ നബി തിരുമേനിയുടെ തലയിലേക്ക് ഒരു പാറക്കല്ല് വലിച്ചിട്ട് നബിയെ കൊല്ലാൻ വേണ്ടി അവർ ഒരുങ്ങി. പക്ഷേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ മുഖേന ഈ കാര്യത്തെക്കുറിച്ച് അറിയിപ്പ് കിട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിമാറി നടന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇങ്ങനെ തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ കൊന്നുതള്ളി വധിച്ചു കളഞ്ഞ് വധഭീഷണി മുഴക്കി ഉന്മൂലനാശം വരുത്തുക എന്നുള്ളത് ഒരു സംസ്കാരമായി സ്വീകരിച്ച ഒരു വിഭാഗമാണ് അവർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ എന്തായാലും പ്രതികരിക്കേണ്ടി വരും. ഇസ്ലാമിൽ അതിലുള്ള നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. വിശ്വാസികളായ ആളുകൾക്ക് യുദ്ധത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ അവതരണവും അതിൻ്റെ പശ്ചാത്തലവും. ഖുർആൻ പറയുന്നുണ്ട്, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു. അക്രമത്തിനിരയാകുന്നവർക്ക് അവർ മർദ്ദിതരായതിനാൽ യുദ്ധത്തിനുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അക്രമത്തിനിരയായി മർദ്ദിതരായി എന്നുള്ളതിനാൽ അവർക്ക് യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ആരാണ് വിശ്വാസികൾ? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം സ്വന്തം ഭവനങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരാണവർ വിശ്വാസികൾ. അപ്പം മുസ്ലിങ്ങളാണ് എന്നതിൻ്റെ പേരിൽ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ആ ഒരു വിഭാഗത്തോട് ഇങ്ങനെയുള്ള ശത്രുത വെച്ച് പുലർത്തുകയും പകവീട്ടുകയും
നിരന്തരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഫലസ്തീനിൽ, ഗസയിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന തുല്യതയില്ലാത്ത കൊടും ക്രൂരതകൾ, അവർ അതിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ചികിത്സിക്കുന്ന ആശുപത്രികൾക്ക് മീതെയാണ് ബോംബ് വർഷമുണ്ടായത്. പാവങ്ങളായ സാധുക്കളായ പിഞ്ചു മക്കൾ, വയോവൃദ്ധർ, സ്ത്രീകൾ, അവരൊക്കെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ആ ക്യൂവിലേക്കാണ് ബോംബ് വർഷമുണ്ടായത്. അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും, കരുണയില്ലാത്ത, അനുകമ്പയില്ലാത്ത, ദയയില്ലാത്ത, സ്നേഹമില്ലാത്ത വരണ്ട മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ ഇത്തരം നിഷ്ഠൂരമായ ചെയ്തികൾ അതിന് നേതൃത്വം നൽകാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സന്ദർഭങ്ങളിലും ഇങ്ങനെ ഒരു വിഭാഗത്തെ പീഡിതരായി തന്നെ കഴിഞ്ഞുകൂടാനുള്ള ഒരവസ്ഥ നൽകുകയില്ല. അള്ളാഹുവിൻ്റെ ഒരു നീതിയുണ്ട്, അവൻ്റെ ചില നടപടിക്രമങ്ങളുണ്ട്. ഇതിൻ്റെ തൊട്ടു താഴെ അള്ളാഹു പറയുന്നുണ്ട്, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദുഹും ലിബഅദ് ലഹുദ്ദിമത് സവാമിഉ വബിഉൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീ ഇസ്മുല്ലാഹി കസീറാ വലയൻസുറന്നല്ലാഹു മൻ യൻസുറു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദുഹും ലിബഅദ്, മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരാൽ അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ. അപ്പൊ ഇങ്ങനെ മനുഷ്യരിൽ നിന്നൊരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തന്നെ അള്ളാഹു പ്രതിരോധിക്കും. ആ പ്രതിരോധം ഇവിടെ അള്ളാഹു തീർക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മനുഷ്യർ ആരാധിക്കുന്ന ആരാധനാലയങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകും. അതിൽ സന്യാസമഠങ്ങളുണ്ടാകും, ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ടാകും, ജൂത സിനഗോഗുകളുണ്ടാകും, ധാരാളമായി അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്ന മുസ്ലിം പള്ളികൾ ഉണ്ടാകും. ഇതൊക്കെ തകർക്കപ്പെടുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലരെ കൊണ്ട് തന്നെ അള്ളാഹു പ്രതിരോധം തീർക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ഇവിടെ ലോകം നിയന്ത്രിക്കുന്നത് എന്ന അഹങ്കാരത്തോടുകൂടി കഴിയാൻ ജൂത സമൂഹം അല്ലെങ്കിൽ ഇസ്രായേൽ ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരിൽ ഉള്ള ഒരു നിലപാട് ഇവിടെ നിലനിൽക്കുമെന്നുള്ളതാണ്. വലയൻസുറന്നല്ലാഹു മൻ യൻസുറു, അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അവൻ സഹായിക്കും. തീർച്ചയായും അള്ളാഹു ശക്തനും അജയ്യനുമാകുന്നു. മാത്രമല്ല, വിശ്വാസികളുടെ നിലപാടുകളെക്കുറിച്ച്, അവരുടെ സ്വഭാവ രീതികളെക്കുറിച്ച് സൂറ അശൂറയിൽ 35 മുതൽ 40 വരെയുള്ള സൂക്തങ്ങളിൽ അള്ളാഹു വിശദീകരിക്കുന്നിടത്ത് ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. വല്ലദീന ഇദാ അസാബഹുമുൽ ബഗ്യു ഹും യന്തസിറൂൻ, അവർ അതിക്രമം നേരിടുമ്പോൾ രക്ഷാ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിക്രമത്തിന് വിധേയരാവുകയാണെങ്കിൽ രക്ഷാ നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത കൂടി അവർക്കുണ്ട് എന്നതാണ്. പൗരന്മാർക്ക് വേണ്ടി രക്ഷാ നടപടികളും പ്രതികാര നടപടികളും നടപ്പിലാക്കേണ്ടത് ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെയാണ് അകാരണമായി തങ്ങളുടെ സമുന്നതരായ നേതാക്കൾ നിഷ്ഠൂരമായി വധിക്കപ്പെട്ട സന്ദർഭത്തിൽ ഇറാൻ ആ ജനതയിലെ പൗരന്മാർക്ക് വേണ്ടിയാണ് ഈ അവരുടെ രക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, ഇങ്ങനെ രക്ഷാ നടപടി സ്വീകരിക്കുമ്പോൾ തിന്മയുടെ പ്രതിഫലം തത്തുല്യമായ തിന്മ തന്നെയാണ് നൽകേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എന്നാൽ അതിലൊരിക്കലും നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്, അതിര് വിട്ടു പോകരുത്. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, തീർച്ചയായും അതിക്രമകാരികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, എന്നാൽ വല്ലവനും
മാപ്പ് നൽകുകയും അനുരഞ്ജനത്തിൻ്റെ മാർഗം സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരക്കാരായ ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ പ്രതിഫലം നൽകുമെന്നും വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ, പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അവിടെ അനുഭവപ്പെടുന്ന എല്ലാ അസ്വസ്ഥതകളും നമ്മുടെ വീടിൻ്റെ അടുക്കളകളിൽ വരെ പ്രയാസമായി കടന്നു വരുന്നൊരു കാലമാണിത്. ലോകത്ത് ഒരിക്കലും യുദ്ധാന്തരീക്ഷം നിലനിൽക്കണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അനീതിക്കും അതിക്രമങ്ങൾക്കും തീർച്ചയായും കൃത്യമായി അതിൻ്റെ ഒരേ അവസ്ഥയിൽ തന്നെ തുടരാൻ അനുവദിക്കുകയില്ല. വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. ജയാപജയങ്ങൾ അത് മനുഷ്യർക്കിടയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. നിങ്ങളുടെ ജീവന്റെയും ജീവിതത്തിൻ്റെയും നിങ്ങളുടെ സുസ്ഥിതിയുടെയും കാര്യങ്ങൾ നോക്കി വിശുദ്ധ ഖുർആൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിലപാടുകളാണ് ആ വിഷയത്തിൽ നിങ്ങൾ എടുക്കേണ്ടത് എന്ന് ഖുർആൻ നമ്മെ പറയുന്നുണ്ട്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ പ്രതിക്രിയ നടപ്പാക്കുന്നതിൽ, അതിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പുള്ളത്. ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ ദൈവിക നിയമങ്ങൾ പാലിക്കുന്നവരാകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നമ്മെ ഉണർത്തുകയാണ്. വലാ യഹ്സബന്നല്ലദീന കഫറൂ സബഖൂ. സത്യനിഷേധികളായ ആളുകൾ ഒരിക്കലും തന്നെ വിചാരിക്കേണ്ടതില്ല അവരാണ് വിജയം വരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരെന്ന്. ഇന്നഹും ലാ യുഅ്ജിസൂൻ. തീർച്ചയായും അവർക്ക് അതിജയിക്കാനാവില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശം. ഏത് സന്ദർഭങ്ങളിലും സമാധാനത്തിൻ്റെ ഒരന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതും നമുക്ക് പറഞ്ഞു തരുന്നതും. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ അശാന്തിയും അസ്വസ്ഥതകളും അസമാധാനവുമൊക്കെ നീങ്ങിപ്പോയി സമാധാനാന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടി കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ചുള്ള വിശ്വാസങ്ങളും നിലപാടുകളും നമ്മൾ വെച്ചു പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി കഴിഞ്ഞുകൂടാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മൾ എന്നും സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് കഴിയേണ്ടവരാണെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. നമ്മളൊരിക്കലും യുദ്ധക്കൊതിയന്മാരാകരുത്. അതേപോലെ തന്നെ ശത്രുക്കളെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നവരുമാകരുത്. നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടി നടക്കുന്നവരാകണം എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന വല്ല ആയുധവും
നിങ്ങളുടെ ഒരു സഹോദരൻ്റെ നേരെ അവനെ പേടിപ്പിക്കാൻ പോലും അവൻ്റെ നേരെ ഓങ്ങരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ലാ തതമന്നൗ ലിഖാഅൽ അദുവ്, ശത്രുവിനെ കണ്ടുമുട്ടണമെന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യരുത്. പിന്നെയോ വസ്അലുല്ലാഹൽ ആഫിയ, സുഖവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം നിലനിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്നാണ്. ബൽദത്തുൻ ത്വയ്യിബ വ റബ്ബുൻ ഗഫൂർ, വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉത്തമമായ ഉത്കൃഷ്ടമായ സമാധാന ജീവിതം നയിക്കുന്ന ആളുകളുള്ള ഒരു രാജ്യവും അവരിൽ വരുന്ന വീഴ്ചകൾ പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബും, അതാണ് ശരിക്ക് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ വീഴ്ചകളെ പുറത്തു തരുന്ന ഒരു റബ്ബ് നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് സമാധാനം. റസൂല് പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ള എല്ലാ മുസ്ലിങ്ങളും രക്ഷപ്പെട്ടവരാണ് എന്ന്. മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും അവൻ്റെ കൈ കൊണ്ടുള്ള ഉപദ്രവം, അവൻ്റെ നാവ് കൊണ്ടുള്ള ഉപദ്രവം, അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവരായിരിക്കും. അങ്ങനെയുള്ള ഒരു സംസ്കാരവും ഒരു നിലപാടും സ്വീകരിക്കുന്നവരാണ് മുസ്ലിം എന്നാണ്. ഇങ്ങനെയുള്ളൊരു സംസ്കാരവും നിലപാടും നമ്മൾ നമ്മുടെ ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയാൽ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു രീതിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം കളഞ്ഞു കുളിക്കരുത്. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഒരിക്കലും ദുർബലരാകരുത്, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. യഥാർത്ഥ വിശ്വാസം, നിഷ്കളങ്കമായ വിശുദ്ധമായ ഈമാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അജയ്യരായിരിക്കും, നിങ്ങൾ തന്നെയായിരിക്കും വിജയം നേടുന്നവർ. അൻതുമുൽ അഅലൂൻ, നിങ്ങളായിരിക്കും ഉന്നതന്മാരായ ആളുകൾ എന്ന് ഖുർആൻ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉന്നതരായി തീരാനുള്ള ആ ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. നിഷ്കളങ്കമായ വിശ്വാസവും വിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരവും സ്വഭാവ രീതികളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധി വിലക്കുകളെയും മാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം അതിരും എതിരുമില്ലാതെ അവൻ നമുക്ക് ഇറക്കിത്തരുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾക്ക് അവൻ കരുത്ത് പകരും എന്നാണ്. അങ്ങനെയുള്ള ഒരു നല്ല അവസ്ഥയാകണം മുസ്ലിങ്ങൾക്കുണ്ടാകേണ്ടത്, മുസ്ലിം ലോകത്തിനുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമീനായ നാഥ, കരുണാമയനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ നിന്റെ കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിൻ്റെ പ്രയാസങ്ങളും വേദനകളും ചരണങ്ങളും അനുഭവിച്ചു തീർക്കുന്നവർ, നിങ്ങളുടെ ദുആകളിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാ രോഗികൾക്കും റഹ്മാനെ നിന്റെ കൃപ കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ഒക്കെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ജീവിതത്തിൽ സുഖവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും
മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക് നീ രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين يا أرحم الراحمين. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.